എനിക്ക് അയാളെ കാണാത്തതില് വലിയ നിരാശയുണ്ട്. ആ മാർക്കോയെ. അവനെ ഒരു മജീഷ്യനെ പോലെയാ. നിന്ന നെൽപ്പിൽ അപ്രത്യക്ഷനാവും. പിന്നെ എപ്പ കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. അയാളുടെ വീട് സാറിന് അറിയില്ലേ? അവനങ്ങനെ പിടിതരുന്നൊരു ടൈപ്പല്ല. വീടിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയാറില്ല. അനാഥനാണെന്നാ തോന്നുന്നേ. പിന്നെ അവന് മാർക്കണ്ഡേയൻ എന്ന പേരിട്ടത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനൊരു പേര് വളരെ അപൂർവമായേ കേൾക്കാറുള്ളൂ. അതെ. എന്തായാലും അവൻ കാരണം പലർക്കും ആയുസ് നീട്ടിക്കിട്ടിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. അന്ന് ഞാൻ മരിക്കേണ്ടതാ, അതും ക്രൂരായി തന്നെ. അവിടെ എന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന് രക്ഷിക്കായിരുന്നു. അയാൾക്ക് എന്നെ പറ്റി ഒക്കെ അറിയാം. പക്ഷെ ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുമായിരുന്നു. പിന്നീട് ഒരു തവണ കൂടി ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അന്ന് ഇതുപോലെ തന്നെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചപ്പോ അയാൾ ഒന്നും പറഞ്ഞില്ല. അത് ഈ പറയുന്ന മാർക്കണ്ഡേയനാണോന്ന് എനിക്കൊരു സംശയം. അങ്ങനെ നന്മയുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് മോളെ. കുറെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നതും അവരുമായി ഒത്തുകൂടുന്നതൊക്കെ നല്ലതാ. സമ്പത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ബന്ധുക്കളെക്കാളും നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ അടുത്തറിയുന്ന സുഹൃത്തുക്കളാണ് എപ്പോഴും നല്ലത്. അതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ സമ്പത്ത്. 100% സത്യമാണ് സർ. അത് അനന്തുന്റെയും ലേഖയുടെയൊക്കെ ആത്മാർത്ഥത കാണുമ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് എനിക്ക് 2 പേരെ തുണയായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും. വിവാഹശേഷം കണ്ണേട്ടനും കണ്ണേട്ടന്റെ സുഹൃത്തുക്കളും ഒക്കെ എന്ത് പ്രതികൂല സാഹചര്യത്തിലും എനിക്കൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരെ കൂടെ കൂടെ അടുത്തു നിർത്താനും സ്നേഹിക്കാനും ശ്രമിക്കണം. എന്നിട്ട് അകലേണ്ടവരെ ഒരു പരിധിക്കപ്പുറം അകറ്റി നിർത്തുകയും വേണം. കണ്ണന്റെ ബന്ധുക്കളെല്ലാം തന്നെ കണ്ണന്റെ ശത്രുക്കളാ. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ആരോഗ്യത്തോടെ നടന്നു നീങ്ങുന്ന കണ്ണനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അപ്പോഴൊരു സത്യമുണ്ട് കേട്ടോ. കണ്ണൻ അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ ഒരുപക്ഷെ മഹാലക്ഷ്മിക്ക് കണ്ണനെ കിട്ടണമെന്നില്ലായിരുന്നു. അത് സത്യാണ് സർ. അങ്ങനെയെങ്കിൽ എന്നെപ്പോലൊരു പെണ്ണിനെ കണ്ണേട്ടനൊരിക്കലും വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എന്റെ രണ്ടാനച്ഛൻ ഒരു കാരണവശാലും കണ്ണേട്ടനെ പോലെ ഒരാളെ എനിക്ക് വേണ്ടി കൊണ്ടുവരൊന്നുമില്ല. അതാണ് മോളെ വിധിയെന്ന് പറയുന്നത്. നമുക്ക് വിധിച്ചവരെ കൃത്യസമയത്ത് നമ്മുടെ അരികിലെത്തിക്കും. നമ്മൾ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവരാണെങ്കിൽ, നന്മ ചെയ്യുന്നവരാണെങ്കിൽ, ഇനിയും മോള് ദൈവത്തെയും സത്യത്തെയും ഒരുപോലെ മുറുകെ പിടിച്ചോളൂ. ബാക്കി മോളുടെ ആഗ്രഹങ്ങളൊക്കെ വഴിയേ വന്നോളൂ. പിന്നെ മോള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഇവിടെ എത്തണം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിലും ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ഇപ്പോ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയല്ലോ. അങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ. അതോർത്ത് സാർ വിഷമിക്കണ്ട. ഇനി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓർത്ത് കണ്ണേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞോളൂ. കാരണം കണ്ണേട്ടൻ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുത സംഭവിച്ചിരിക്കുന്നത്. കണ്ണന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയത് അയാളുടെ വീട്ടിലുള്ളവർ സഹിക്കുവോ? ഒരിക്കലുമില്ല സർ. അവരൊന്നും ഇങ്ങനൊരു പുരോഗതി പ്രതീക്ഷിക്കുന്നേയില്ല. അവർക്കിതൊരു ഞെട്ടലായിരിക്കും. ആ ഞെട്ടൽ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 ആൾക്കുമുണ്ട് ആവശ്യത്തിലധികം ശത്രുക്കൾ. വേണമെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ കിടത്തി ചികിത്സിപ്പിക്കാം. ഞാൻ അതിനുള്ള അവസരം ഒരുക്കാം. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സ്വതന്ത്രമാകുന്നതാ. അതിനെന്തായാലും കണ്ണേട്ടൻ സമ്മതിക്കില്ല സർ. തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ കാര്യങ്ങൾ. എതിരാളികൾ പല രീതിയിലും ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കിയിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ. ദൈവം കൂടെയുണ്ട് സർ കൂട്ടിന്. ആ വിശ്വാസത്തിലാ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി സർ. ശരി.